മെസ്സിയുടെ പേരിൽ നടന്ന തട്ടിപ്പിൽ അന്വേഷണത്തിന് CBCIയും ജി എസ് ടി ഇന്റലിജൻസിൽ നിന്ന് സെൻട്രൽ GST വകുപ്പ് റിപ്പോർട്ട് തേടും. മെസ്സിയുടെ പേരിൽ നടന്ന സാമ്പത്തിക ഇടപാടുകളിൽ 22.68 കോടിയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയിരുന്നു. നികുതി വെട്ടിപ്പിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കെതിരായ നടപടി വൈകിച്ചതിൽ പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങാനിരിക്കെയാണ് സെൻട്രൽ GSTയും അന്വേഷണം നടത്തുന്നത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ജിജീഷ്, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, ജിജീഷ് കരുണാകരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ലയണൽ മെസ്സിയുടെ പേരിൽ നടന്നിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ, അർജന്റീന ടീമിനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് നടത്തിയിട്ടുള്ള പണപ്പിരിവുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ സെൻട്രൽ GSTയുടെ അന്വേഷണം കൂടി കൃത്യമായി തന്നെ വരികയാണ്. നേരത്തെ സംസ്ഥാന GST ആണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തിയിരുന്നത്. 2025 നിരവധി തവണ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കും ഒപ്പം തന്നെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് MD ആയ ആൻഡോ അഗസ്റ്റിനും നോട്ടീസുകൾ 5 തവണയോളം ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകി. കാരണം 126 കോടിയോളം രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നു എന്ന് പറയുന്നതിൽ, അങ്ങനെയെങ്കിൽ 23 കോടിയോളം രൂപ സേവന നികുതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടക്കാനുണ്ട്, GST അടക്കാനുണ്ട്. എന്നാൽ ഈ നികുതി അടയ്ക്കുന്നതിൽ വലിയ വീഴ്ചകൾ വരുത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു നോട്ടീസ് നൽകിയത്. എന്നാൽ തുടർ നടപടികൾ സംസ്ഥാന GSTയിൽ നിന്ന് ഉണ്ടായിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെസ്സി ഇടപാടുകൾ അന്വേഷണം നടത്തുന്ന പ്രത്യേക സംഘം ഇക്കാര്യത്തിൽ കാഞ്ഞങ്ങാട് GST ഓഫീസറെ നിന്ന് വിവരങ്ങൾ തേടാനിരിക്കെയാണ് സെൻട്രൽ GSTയുടെ കൂടി അന്വേഷണം വരുന്നത്. കാരണം വിദേശത്തേക്ക് പണം അയച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ വിദേശ പണമിടപാടുകൾ സംബന്ധിച്ച് അതിൽ നിന്ന് ലഭിക്കേണ്ട നികുതി, കേന്ദ്രത്തിന് ലഭിക്കേണ്ട നികുതി സംബന്ധിച്ച് കണക്കുകൂട്ടി അത് തിരിച്ചു പിടിക്കുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് സെൻട്രൽ GST ആണ്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന GSTയിൽ നിന്ന് വിവരങ്ങൾ തേടിക്കൊണ്ട് സെൻട്രൽ GST ഇക്കാര്യത്തിൽ ഒരു അന്വേഷണ ഘട്ടത്തിലേക്ക് ഇപ്പോൾ കടക്കാൻ ഒരുങ്ങുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് FEMA പ്രകാരമുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങുന്നു. അത് ECI രജിസ്റ്റർ ചെയ്ത് തുടർ നടപടികളിലേക്ക് കടക്കാനിരിക്കെയാണ് ഒരേ സമയത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും ഒപ്പം തന്നെ സെൻട്രൽ GSTയുടെയും സംസ്ഥാന GSTയുടെ അന്വേഷണവും എല്ലാം തന്നെ വരുന്ന ഒരു സ്ഥിതിവിശേഷമുള്ളത്. ഇത് ആൻഡോ അഗസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും വലിയ കുരുക്ക് തന്നെയായി മാറുകയാണ്.